മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം സദസ്സിലേക്ക് വരുമ്പോൾ തൻ്റെ കുഞ്ഞിനെ മുതുകിൽ ചുമന്നുകൊണ്ടായിരുന്നു വരാറുള്ളത്. എന്നിട്ട് മുത്തുനബിയുടെ സദസ്സിൽ ആ കുട്ടിയെയും ഇരുത്തു. അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ആ സങ്കടം കാരണം അദ്ദേഹം മുത്തുനബിയുടെ സദസ്സിലേക്ക് വരാതായി. അദ്ദേഹത്തെ കാണാതായപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ തിരക്കി. അദ്ദേഹം എവിടെയെന്ന്. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അദ്ദേഹം കുട്ടി മരണപ്പെട്ട ആ സങ്കടത്തിൽ വരാത്തതാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കണ്ടു, തഅസിയത്ത് ചെയ്തു. മുത്തുനബിയോട് തന്റെ മകൻ പോയ സങ്കടം അദ്ദേഹം പറഞ്ഞു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ആയുസ്സിൽ ആ കുട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകലാണോ നിങ്ങൾക്ക് സന്തോഷം? അതല്ല, നാളെ സ്വർഗക്കവാടത്തിൽ നിങ്ങൾ എത്തുമ്പോ നിങ്ങളെക്കാൾ മുമ്പ് അവിടെ എത്തി നിങ്ങൾക്ക് വേണ്ടി സ്വർഗക്കവാടം തുറന്നു തരലാണോ? നിങ്ങൾക്ക് അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, മുത്തുനബിയെ, എനിക്ക് മുമ്പേ അവൻ സ്വർഗക്കവാടത്തിലെത്തി എനിക്ക് സ്വർഗക്കവാടം തുറന്നു തരലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന്. അപ്പൊ മുത്തുനബി പറഞ്ഞു, ഫദാലിക ലക്, എങ്കിൽ അത് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, മുത്തുനബിയെ, ഇത് ഇദ്ദേഹത്തിന് മാത്രമുള്ളതാണോ, അതല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമോ ഇങ്ങനെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്കുമുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നേ നമുക്കവിടെ സ്വർഗ കവാടത്തിൽ നമ്മെ കാത്തു നിൽക്കുകയും നമുക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നു തരികയും ചെയ്യും. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ മുത്തുനബിയുടെ ഹദീസിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ത്വയ്ബാനന്ദം ചാനലിലെ കുടുംബാംഗമായ സ്ഥിരം പ്രേക്ഷകനും കൂടിയായ കാസർഗോഡ് ജില്ലയിലെ കുനിയയിലെ അഷ്കർ എന്ന സഹോദരന്റെ പിഞ്ചു പൈതൽ ഇന്നലെ മരണപ്പെട്ടു. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തുനബി പറഞ്ഞതുപോലെ നാളെ ആഖിറത്തിൽ സ്വർഗ കവാടം തുറന്നു തരാൻ ഉതകുന്ന കുട്ടിയാക്കി ആ കുട്ടിയെ അള്ളാഹു മാറ്റി പെരുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമ ഏറ്റി അള്ളാഹു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കെല്ലാം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും അള്ളാഹു ഏറ്റി പെരുമാറാവട്ടെ. ആമീൻ. നിങ്ങളുടെ ആ സങ്കടത്തിൽ ഞങ്ങളും ഈ ത്വയ്ബാനന്ദം ചാനലിലെ മുഴുവൻ പ്രേക്ഷകരും കുടുംബാംഗങ്ങളും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.